ഭയങ്കര തലവേദന ഇവന്. ആന്റി ആന്റി എന്റെ ഡ്രസ്സൊക്കെ എവിടെ? എന്തിനാ അവിടെ ഒട്ടി നിൽക്കുന്നത്? ഞാൻ അകത്തോട്ടൊന്നും കയറാൻ പോണില്ല. താങ്ക് യു. ഇനി ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ഞാനൊന്ന് ഓഫീസ് വരെ പോയിട്ട് വരാം. പെട്ടെന്ന് വരണം. സംശയമുണ്ടോ? എവിടെ പോയാലും എന്റെ ഇന്ദുവിന്റെ അടുത്ത് എത്താതെ എനിക്ക് ഉറക്കം വരുമോ? പോയിട്ട് വേണം. ഓക്കെ ബൈ. പിന്നെ I am also ready. It's beautiful. Fantastic. 5 മിനിറ്റ്, ഒരു 5 മിനിറ്റ്. ഞാൻ ഇവരോട് ഒരു കാര്യം പറഞ്ഞിട്ട് പുറത്തു വരാം. പറഞ്ഞാലും തീരുന്നില്ലേ? 5 മിനിറ്റ് ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യും. വന്നില്ല ഞാൻ പോവും. ബ്യൂട്ടിഫുൾ ഡ്രസ്. പൊന്നളിയാ, ഞങ്ങള് തിരിച്ചു വരുമ്പോഴേക്കും നീ ഹിന്ദുവിനെ കൂട്ടി എവിടെയെങ്കിലും പോണം. ഞാൻ വിളിച്ചാ വരുവളിയാ. അതൊക്കെ നിന്റെ മിടുക്ക്. എന്റെ സുഹൃത്തെന്നല്ലേ നീ അവളെ ഡിന്നറിന് വിളിക്കണം. എന്നോട് സ്നേഹം കൊണ്ട് അവൾ നിന്റെ കൂടെ വരും. അളിയാ, ഞാൻ പറഞ്ഞ അയ്യോ. ശ്യാം ഇതുവരെ പോയില്ലേ? ശ്യാം തിരിച്ചു വരുന്നത് വരെ ഐ വിൽ നോട്ട് ഹാവ് മൈ ഡിന്നർ. ഓ, സോ സ്വീറ്റ് ഓഫ് യു ഡിയർ. വസന്തരാവിന്റെ വാതിൽ തുറന്നു വരും മലർ കിളിയേ, ഒന്ന് പോടാ മലർ കിളിയേ ഒന്ന്. ഈ പാട്ടിനാണ് കോളേജിൽ എനിക്ക് ബെസ്റ്റ് ഗായകനുള്ള ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. അനിൽ പാടും? കൊള്ളാം, പാടുവന്ന. ഇന്ദുവിന് പാട്ട് ഇഷ്ടമാണ് വളരെ. അങ്ങനെയാണെങ്കിൽ സംഗീത സാന്ദ്രമായ ഈ അന്തരീക്ഷത്തിൽ നമുക്ക് ഈ സായം സന്ധ്യ ലാവിഷായി ചെലവഴിക്കാം. എന്താണ് അഭിപ്രായം? എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇങ്ങനെയെന്ന് പറയാൻ എനിക്ക് അറിഞ്ഞു. ഏതായാലും അവൻ കാണിച്ചതുപോലെ അങ്ങനെ ആവില്ല. ഇന്ദുവിനെ പോലൊരു പെൺകുട്ടിയെ ഈ സായം സന്ധ്യയിൽ തനിച്ചാക്കിയിട്ട് ഓഫീസിലേക്ക് പോകാൻ ഇവൻ എങ്ങനെ മനസ്സ് വന്നു? അവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഓഫീസിന് തീ പിടിച്ചെന്ന് പറഞ്ഞാൽ പോലും ഇന്ദുവിനെ വിട്ട് ഞാൻ പോയില്ലായിരുന്നു. ഞാൻ ക്ഷണിക്കുകയാണ്. ഇന്ദു വരണം. ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയി നമുക്ക് ഡിന്നർ കഴിക്കാം. എന്നെ ഇങ്ങനെ കൺസിഡർ ചെയ്യാൻ തോന്നിയതിന് വളരെ നന്ദി. എന്ന് വെച്ചാൽ എന്റെ ക്ഷണം സ്വീകരിക്കില്ല എന്നാണ്? അല്ല, അനിലിനെ പോലെ വലിയ മനസ്സുള്ള ഒരാളിന്റെ കൂടെ വരാൻ എനിക്കിഷ്ടമാണ്. താങ്ക് യു ഇന്ദു, താങ്ക് യു. ചെല്ലു, ഡ്രസ് ചേഞ്ച് ചെയ്യൂ. ബൈ ഗോയിങ്. അയ്യോ, അമ്മ എവിടെ പോകുന്നു? കൂടുതലൊന്നും ചോദിക്കണ്ട, ഞാൻ പോവാണ്. എനിക്കൊന്നും പറയാനില്ല. അയ്യോ അമ്മായി, ഇതൊരു പിള്ളേർ കളിയായി കണക്കാക്കി കൂടെ? കളി കാര്യമാകുന്നതിന് മുമ്പേ എനിക്ക് ഇവിടുന്ന് പോണം. എങ്കിലേ എന്നെ തടിയെങ്കിലും എനിക്ക് ബാക്കി കിട്ടും. അയ്യോ അമ്മായി, ഞാൻ ഇവിടെയാണല്ലോ താമസിക്കുന്നത്. എന്താ എത്ര അതിശയം? അമ്മായി, കപ്പല് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൈവിട്ട് പോകരുത് അമ്മായി. എന്ത് മുങ്ങിയാലും ശരി, ഞാൻ ഇവിടുന്ന് പോകും. മാറി തോന്നി പൊയ്ക്കോട്ടെ. ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. ആഹാ, എന്നോട് ഇവിടുന്ന് പോകാൻ പറയാം. നീ ആരാ? അത് തന്നെ. അമ്മായി ഇവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഞാൻ പറയണം, അല്ലെങ്കിൽ ഞാൻ പറയണം. അമ്മായി അങ്ങോട്ട് പോയി. നീ പറഞ്ഞാലൊന്നും ഞാൻ ഇവിടുന്ന് പോവില്ല. അതിനെ വേറെ ആളെ നോക്കണം കേട്ടാ. വന്നിരിക്കുന്നു ഓരോന്ന്. ഒന്നും പറയാൻ ആളൊന്നും എടുത്ത്. ശ്യാമ എവിടെ? അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. എലീന വരുമെന്ന് അവൻ അറിഞ്ഞുകൂടായിരുന്നു? ഫ്ലൈറ്റിന്റെ സമയം മാറി വിവരം ഞാൻ പറഞ്ഞിരുന്നു. ചിലപ്പോ മറന്നു കാണും. നോ 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 നോ, ഒരിക്കലും അവനങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല. താൻ സ്നേഹിക്കുന്ന പെണ്ണിന്റെ സാമീപ്യം ആഗ്രഹിക്കുന്ന ഒരു കാമുകനും ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. എലീന, എന്റെ പെണ്ണിനോട് ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യും. അനിലിന്റെ പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. കാണാൻ അങ്ങനെ ഒരാളില്ലല്ലോ. 100% സ്നേഹം കൊടുക്കാൻ ശക്തിയുള്ള ഒരു ഹൃദയവുമായി ഞാൻ കാത്തിരിക്കുന്നു. അടുക്കുമ്പോഴല്ലേ ആഴം അറിയൂ. ഓക്കെ, ശ്യാം വന്നില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇവിടുന്ന് ഡിന്നർ കഴിക്കാം. ഇറ്റ്സ് മൈ പ്ലഷർ. പക്ഷെ ഇവിടെ വേണ്ട, നമുക്ക് ഏതെങ്കിലും ഹോട്ടലിലേക്ക് പോകാം. അതല്ല അനിലിന്റെ ഇഷ്ടം. ശരി, എന്നാലും ഒട്ടും താമസിക്കണ്ട. ഞാനൊന്ന് ഡ്രസ് മാറ്റിട്ട്. ഓക്കെ, ഈ മുറി വേണ്ട, ആ മുറിയിലോട്ട് പോയിക്കോളൂ. വൈ? എന്റെ ചില പേഴ്സണൽ കാര്യങ്ങൾ ഈ മുറിയിലുണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു. പോവാം. നമുക്ക് ഏത് റെസ്റ്റോറന്റിൽ പോകാം? അതിപ്പോ എന്തോ ഇഷ്ടമുള്ള ഏത് റെസ്റ്റോറന്റ് വേണമെങ്കിലും നമുക്ക് പോവാം. ആരുടെ ബാഗ്? ഇത് എന്റെ ബാഗാണ്. എന്റെ ചില പേഴ്സണൽ ആയിട്ടുള്ള സോപ്പ്, ചീപ്പ്, കണ്ണാടി, ചെവിത്തോണ്ടി, പല്ലുകുത്തി മുതലാണ് ഞാൻ ഇതിനകത്താണ് സൂക്ഷിക്കാറുള്ളത്. ലേഡീസ് ബാഗ്? ആക്ച്വലി ഇത് ലേഡീസ് ബാഗ് അല്ല. ഇത് ലേഡീസ് ടൈപ്പിലുള്ള ലേറ്റസ്റ്റ് ജെന്റ്സ് ബാഗാണ്. കണ്ടാ പറയത്തില്ലല്ലേ? ഹൗ ഇസ് മൈ ഡ്രസ്? ഡ്രസ് കൊള്ളാം, നന്നായിരിക്കുന്നു. ഒരു സ്കാർഫ് കിട്ടിയാലോ? നന്നായിരിക്കും, ബ്യൂട്ടിഫുൾ. സമയമില്ല, നമുക്ക് ഉടനെ പോണം. ജസ്റ്റ് എ മിനിറ്റ്. വേഗം വരണം, ഉടനെ പോണം.
റെഡി? ഞാൻ എപ്പോഴേ റെഡി. അല്ല, എന്റെ ബാഗ് എന്തിനാ കയ്യിൽ വെച്ചിരിക്കുന്നത്? ഇത് ലീനയുടെ ബാഗ്. ഇതിന്റെ സൗന്ദര്യം ഞാൻ നോക്കിയായിരുന്നു. നോക്കൂ, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബാഗ്. ഇതേതാ ബാഗ്? ഇത് ബാഗ്, ഇതാണ് എന്റെ ബാഗ്. ഈ ബാഗാണ് ഈ ബാഗ് എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ബാഗ് എടുത്തത്. ഇപ്പോഴാണ് മനസ്സിലായി ഈ ബാഗ് അല്ല, ഈ ബാഗാണ് എന്റെ ബാഗ് എന്ന്. ഇതാണ് ബാഗ്, എന്റെ ബാഗ്. ആകെ അബദ്ധം തന്നെ. അതെ അതെ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഈ ബാഗ് ഇത് പിടിക്കട്ടെ. കമോൺ. അവസാനമായിട്ട് ഞാൻ ചോദിക്കുകയാണ്, ആരൊക്കെ ഭക്ഷണം കഴിക്കാൻ പുറത്തു പോകുന്നു? ഞാൻ ആർക്കൊക്കെ ഭക്ഷണം ഇവിടെ ഉണ്ടാക്കണം? ദയവ് ചെയ്ത് പറയണം. പിന്നെ രണ്ടുപേര് പോയി. അല്ല, രണ്ടുപേര് ഇപ്പൊ പോകുന്നു. പിന്നെ ബാക്കിയുള്ളവർ പോയാ വരും. എന്താ ചെയ്തു അതിനെപ്പറ്റി അറിയേണ്ട കാര്യം എനിക്കില്ല. എലീന വരൂ. ഐ എം റെഡി. അകത്ത് പോണം. പോയാണോ? വാന്താനാണത്. ഞാനൊന്ന് എയർപോർട്ടിലേക്ക് ഫോൺ ചെയ്തിട്ട് വരാം. ഓക്കെ. പ്ലീസ് പത്മ, 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 പ്ലീസ് ഡോണ്ട് ബി സിലി പത്മ. ഞാൻ പറയുന്നത് ശ്യാമിന് എന്നെക്കാൾ വലുത് ആ ഫോൺ തന്നെയാണല്ലോ. നമുക്ക് വേറെ ഏതെങ്കിലും ഹോട്ടലിൽ പോവാം. അതെന്താ? അത് ഇവിടെ ഇവിടെ ഒരു വല്ലാത്ത സ്മെല്ലല്ലേ? എനിക്കൊന്നും തോന്നുന്നില്ലല്ലോ. തോന്നില്ലേ? ജലദോഷം ഉണ്ട്. അതാ അതാ അതാ. ഒരു ദോഷമില്ല. ഞാൻ ഇപ്പൊ ഫോൺ ചെയ്തിട്ട് വരാം. നിന്റെ ജീവന്റെ ജീവനായ എന്നെ നീ അവിശ്വസിക്കുന്നല്ലേ? നിന്റെ വരവും കാത്ത് കണ്ണിൽ എന്നെ ഒഴിച്ച് കാത്തിരിക്കുന്ന ഞാൻ ഓരോ വിമാനവും എന്റെ തലയ്ക്ക് മുകളിൽ പറന്നു പോകുമ്പോഴും എന്റെ ഹൃദയം എന്നോട് മന്ത്രിക്കും. എന്റെ എലി അല്ല, എന്റെ പത്മ അവൾ വരുന്നു. ഒരു മലാഖയെ പോലെ എന്റെ ഇന്ദു അല്ല, എന്റെ പത്മ പറന്നു വരും. ഏയ് പത്മ, പത്മ പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. വേണ്ട. നിങ്ങളുടെ വീട്ടിൽ എനിക്കായിട്ടുള്ള മുറിയിൽ ഉറങ്ങാനുള്ള സ്വാതന്ത്ര്യം പോലും എനിക്കില്ലെങ്കിൽ അങ്ങനെ ഒരു വീട് എനിക്ക് വേണ്ട. ഞാൻ പറയുന്നൊന്ന് കേക്ക്. സോറി, എയർപോർട്ടിലേക്ക് ഫോൺ ചെയ്തിട്ട് ഞാൻ വീട്ടിൽ പോകും. അല്ല പത്മ, ഗുഡ് ബൈ. നീ എങ്ങനെ ഇവിടെ വന്നു? ഇന്ത്യയുടെ ആദ്യം അങ്ങോട്ട് കേൾക്ക്. തോക്കിനകത്ത് കയറി വെടിവെക്കരുത്. മറ്റവളുണ്ട് അറിയാതെ ഇവിടെ വന്ന് കയറിപ്പോയി. നിനക്ക് വേറെ ഹോട്ടലിൽ കിട്ടണ കഴിവരെ കൊണ്ടുവരാൻ നീ അങ്ങോട്ട് എഴുന്നള്ളൊന്ന് പറഞ്ഞു വരുന്നതാ പുല്ലേ. ചേട്ടാ, ഒരു കൊനഷ്ടി ഇരുമ്പോ അടുത്ത കൊനഷ്ടി ഇത് എവിടെ ചെന്ന് അവസാനിക്കാൻ നടണ്ടാ. എന്നിട്ട് ഇന്ദു എവിടെ? ഇന്ദു അല്ല, എലീന. അയ്യോ, അവളെങ്ങനെ ഇവിടെ വന്നു? അത് പിന്നെ ഇന്ദുവായിട്ട് വരാൻ നിന്നപ്പോ എലീന വന്ന് കയറി. പിന്നെ അവളുമായിട്ട് പോന്നു. എന്നിട്ട് ഇന്ദു എവിടെ? ആ വീട്ടിൽ കാണും. അയ്യോ, ആ കൂടെ ചളവാകുവളയാ. താങ്ക് യു. അളിയ, അവർക്ക് പരസ്പരം മനസ്സിലായില്ലെന്നാ തോന്നുന്നു. ഇങ്ങനെ മനുഷ്യന്റെ ഭാഗ്യമുണ്ടോ? മരണം വരെ ഇങ്ങനെ നിൽക്കും അളിയ. നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ പത്മയെ കൊണ്ട് വീട്ടിലേക്ക് വാ. ഞങ്ങൾ അവിടെ എത്തുന്നതിന് മുമ്പ് നീ കിളവിയെ ഫോൺ ചെയ്ത് എങ്ങനെയെങ്കിലും ഇന്ദുവിനെ പത്മയുടെ മുറിയിൽ മാറ്റാൻ പറയണം. എങ്ങനെയെങ്കിലും അത് നീ കിളവിയും കൂടെ തീരുമാനിച്ചാൽ മതി. ചുമ്മാ അല്ല, കിളവിക്ക് കാശ് എണ്ണി കൊടുത്തിട്ടാ. അവിടെ കാണുന്നില്ല. അവിടെ കാണും. നീ നോക്ക്. അയ്യോ, എന്റെ കൂടെ വന്ന ആളെവിടെ? ഇങ്ങോട്ട് വന്നല്ലോ. ടാക്സി. പത്മ, പത്മ, don't go. പത്മ, പത്മ, കുട്ടപ്പ, വണ്ടി വണ്ടി എടുക്കും. വണ്ടി നിർത്ത്, വണ്ടി നിർത്ത്, വണ്ടി എടുക്കൂ. വണ്ടി നിർത്താൻ, വണ്ടി എടുക്കാൻ. ഡ്രൈവർ വണ്ടി എടുക്കൂ. അവൾ അവിടെ എത്തുന്നതിന് മുമ്പ് നമുക്ക് എത്തണം. ഇവിടെ ഇടത്തോട്ട് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ആ വഴി ഇവിടെ ഇടത്തോട്ട് ഇടത്തോട്ട് ഇരിക്കേ. എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവുകയാണല്ലേ?
ഇത്രയ്ക്ക് ക്രൂരമായൊരു ഹൃദയമാണോ എലീനയ്ക്കുള്ളത്? ശ്യാമിനെ കണ്ടപ്പോൾ ശ്യാം, എലീനയുടെ ഒരിറ്റ് സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന എന്നെ കുറിച്ച് നിനക്ക് ചിന്തയില്ല. എലീനയുടെ വിളി കേട്ട് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറാകാത്ത ആ വഞ്ചകനാണ് എലീനയുടെ മനസ്സിൽ. ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായി, എല്ലാം എനിക്ക് മനസ്സിലായി. പരിശുദ്ധ പ്രേമത്തിന് ഇവിടെ യാതൊരു വിലയും. പക്ഷേ ഒരു ദിവസം നിനക്ക് മനസ്സിലാവും. അന്ന് നിന്റെ ആത്മാവ് നിന്നോട് മന്ത്രിക്കും, നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു. വേറൊരു സീരിയസ് പ്രശ്നമുണ്ട്, എനിക്കൊന്ന് ഫോൺ ചെയ്യണം. ഒരു മിനിറ്റ് വണ്ടി നിർത്താൻ. ഒരു മിനിറ്റ്.